BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. പാലക്കാട് പല്ലശ്ശന ഒഴുപാറയിൽ 9 വയസ്സുകാരി വിനോദിനിയുടെ വലത് കൈ ചികിത്സയ്ക്കിടെ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന് മുന്നിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ മൊഴി നൽകി. സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ വിദഗ്ധ സംഘത്തിന് മുന്നിൽ പറഞ്ഞതായി കുട്ടിയുടെ അമ്മ പ്രസീത മാധ്യമങ്ങളോട് പറഞ്ഞു. തനിക്ക് നീതി കിട്ടുമോ എന്ന പേടിയാണുള്ളത്. ആരും സഹായത്തിനില്ലാത്ത പാവങ്ങളാണ് തങ്ങൾ. താമസിക്കാൻ സ്വന്തം വീട് പോലുമില്ല. അവർ സ്വാധീനമുള്ളവരായതുകൊണ്ട് റിപ്പോർട്ട് പ്രതികൂലമാകുമോ എന്ന പേടിയുമുണ്ട്. മകൾക്ക് നീതി കിട്ടണമെന്നാണ് ആവശ്യമെന്നും കുട്ടിയുടെ അമ്മ പ്രസീത മാധ്യമങ്ങളോട് പറഞ്ഞു. പാലക്കാട് നടന്നത് എല്ലാ സംഭവങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടണമെന്നാണ് ഞങ്ങൾ കൊടുത്തത്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ കിട്ടുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. ഞങ്ങളുടെ കൂടെ ആരുമില്ല. നല്ല നീതി കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ട് എനിക്ക് വളരെ പേടിയുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല. അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരാണ്. ഞങ്ങൾക്ക് സ്വന്തം വീട് പോലും ഇല്ലാത്ത ഞങ്ങളുടെ എടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. എനിക്ക് സത്യം പറഞ്ഞ പേടിയുണ്ട്, നല്ലോണം പേടി. പിരിച്ചുവിടണം. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയുണ്ട്. ഞങ്ങൾക്ക് ഇപ്പൊ ഈ എന്റെ കുട്ടിന്റെ കൈ പോയതുപോലെ അവന്റെ അനാസ്ഥ കൊണ്ടല്ലാന്ന് പോലും റിപ്പോർട്ട് കൊടുക്കുമെന്ന് പോലും ഞങ്ങൾക്ക് പേടിയുണ്ട്. സത്യമായിട്ടാ പറയുന്നത്, നല്ല പേടിയുണ്ട്. അതന്നെ ഞങ്ങൾക്ക് പേടി തോന്നുന്നു. അറിയില്ല, എനിക്കറിയില്ല, ഞങ്ങൾക്ക് അറിയില്ലല്ലോ സാറേ. ഞങ്ങൾക്ക് അവരെങ്ങനെ ചെയ്യും, എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അറിയില്ല. സത്യം എനിക്ക് നല്ല. കഴിഞ്ഞ സെപ്റ്റംബർ 24 വീട്ടിൽ കളിക്കുന്നതിനിടെ വീണ വിനോദിനി എന്ന 9 വയസ്സുകാരുടെ കൈക്ക് പൊട്ടലുണ്ടാവുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി എക്സ്റേ എടുത്തതിൽ കുട്ടിയുടെ കൈയിൽ പൊട്ടൽ കണ്ടെങ്കിലും ഡ്യൂട്ടി ഡോക്ടർ കൈ പ്ലാസ്റ്റർ ഇട്ട് കുട്ടിയെ വീട്ടിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് 30-ാം തീയതിയാണ് കുട്ടിയെ ജില്ലാ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തത്. അവിടെ എത്തിയപ്പോഴാണ് കുട്ടിയുടെ കൈ പൊട്ടിയ ഭാഗത്ത് ഗുരുതരമായ പഴുപ്പ് ബാധിച്ചതായി കണ്ടെത്തുന്നതും കുട്ടിയുടെ ജീവനും വരെ ഭീഷണിയാകുന്ന സ്ഥിതിയാണെന്നും മനസ്സിലാക്കുന്നതും. തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയത്. വീണ എല്ല് പൊട്ടിയ ഒരു കുട്ടിയുടെ കൈ ചികിത്സിച്ച ഡോക്ടറുടെ അശ്രദ്ധ കാരണം മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം വലിയ വിവാദമായിരുന്നു. സർക്കാർ കുട്ടിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകി. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് കുട്ടി കൃത്രിമ കൈവയ്ക്കുന്നതിന് 8 ലക്ഷം രൂപയും സഹായം ഉറപ്പാക്കിയപ്പോൾ കൂടുതൽ സഹായങ്ങളുമായി സർക്കാരും രംഗത്തെത്തി. ഇതിനിടെയാണ് കുട്ടിക്ക് ചികിത്സ നൽകുന്നതിൽ ഡോക്ടർമാർക്ക് പിഴവ് സംഭവിച്ചു എന്ന വിഷയത്തിൽ വിദഗ്ധ സമിതി അന്വേഷണം നടത്തുന്നത്. പാലക്കാട് DMO ഓഫീസിലായിരുന്നു വിദഗ്ധ സംഘം കുട്ടിയെയും രക്ഷിതാക്കളെയും കണ്ടത്. M5 ന്യൂസ്, പാലക്കാട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.